ഞാനിങ്ങനെ ചുമ്മാ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ കോറിഡോറിലൂടെ ഹസ്ബൻഡ് വരുന്നുണ്ടോയെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ആ അറ്റത്ത് കണ്ടോ, ആ ഒരു ബിൽഡിങ്ങിന് അത്രയും വെയിലത്ത് അവരവിടെ നിന്നിട്ട് പെയിൻറ്റ് ചെയ്യാണോ അതോ ക്ലീൻ ചെയ്യാണോ എന്ന് എനിക്കറിയുന്നില്ല. അവരവിടെ നിന്നിട്ട് അവിടെ ആ കട്ട വെയിലത്ത് നിന്നിട്ട് പണിയെടുക്കുന്നുണ്ടോ. ഇതാണ് കേട്ടോ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ പ്രവാസികൾ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നാട്ടിൽ വന്ന് ചെത്തായിട്ട് നടക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇവർ വൻ സെറ്റപ്പാണ്. ഇതൊന്നും അല്ല. യാഥാർത്ഥ്യം ഈ കാണുന്നതാണ് കേട്ടോ. അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടൊന്നും അറിയിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവർ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ജീവിക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ നാട്ടിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കണം. നമ്മൾ കാശിന് വേണ്ടിയിട്ട് മാത്രം അവരെ വിളിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഒന്ന് സ്നേഹത്തോടെ ഇടയ്ക്ക് അവരൊക്കെ ഒന്ന് വിളിച്ച് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അവർക്കത് മാത്രമേ ഉള്ളൂ നാട്ടിൽ നിന്ന് കിട്ടാനായിട്ട്. അപ്പം ഇങ്ങനെയൊരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം എനിക്കിതൊന്ന് പറയണം തോന്നി. ഇപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാനും വിചാരിച്ചിരുന്നത് എന്താണ് ദുബായ് അല്ലെ പുറത്തുള്ളവർ എന്ത് സുഖമാണ്, അവർക്ക് അടിപൊളിയല്ലേ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന ഓരോ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചതൊന്നുമല്ല സത്യം. ഇവിടെ ഇപ്പോൾ ചൂട് ഒരു 42 ഡിഗ്രി ഉണ്ട് കേട്ടോ. അത്രയും ചൂടത്താണ് അവർ പുറത്തിറങ്ങുന്നത്. ഞാൻ ഈ കോറിഡോർ തുറക്കാറില്ല. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു പോകുന്ന പോലെ തോന്നും. അത്രയും ചൂടത്ത് നിന്ന് പണിയെടുക്കുന്ന അവരെയൊക്കെ ഇങ്ങനെ നമ്മൾ കാണണമല്ലേ. ഇവർ രാവിലെ എണീറ്റ് ഇതുപോലെ പണിക്ക് ഇറങ്ങുന്നവരായിരിക്കും. ഈ വെയിലൊക്കെ കൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് അവർ റൂമിലെത്തി അവർ കുക്കിങ്ങും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റെസ്റ്റ് എടുക്കുന്നുണ്ടാവുക. ആ സമയത്തായിരിക്കും ഇവർ നാട്ടിലേക്ക് വിളിക്കണേ. അപ്പോൾ അവരുടെ ഭാര്യമാർ ഫോൺ എടുത്തിട്ട് ആദ്യം എന്തായിരിക്കും പറയുന്നുണ്ടാവുകയെന്നറിയോ, നിങ്ങളിത് എവിടെ പോയി കിടക്കുകയായിരുന്നു, ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണു. ഈ ഡയലോഗായിരിക്കും ആദ്യം തന്നെ പറയുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കണം. പിന്നെ നല്ല ഓഫീസ് ജോബ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അവർ നല്ല അടിപൊളിയായിട്ട് റൂമിൽ വന്നിരിക്കുന്നുണ്ടാവും, അവരുടെ ഫാമിലി കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്.